നിങ്ങൾ സ്റ്റോക്കിലും മ്യൂച്വൽ ഫണ്ടിലും ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണോ എങ്കിൽ നിങ്ങളോടൊരു ചോദ്യം. നിങ്ങളൊരു സ്റ്റോക്കിൽ 50,000 രൂപ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. അതേസമയം നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ 30,000 രൂപ ലോസിൽ ഒരു സ്റ്റോക്ക് കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ എത്ര ടാക്സ് കൊടുക്കണം? ഭൂരിഭാഗം ഇൻവെസ്റ്റേഴ്സും പറയുക 50,000 രൂപ എന്നാണ്. എന്നാൽ സ്മാർട്ട് ഇൻവെസ്റ്റേഴ്സ് പറയുക 20,000 രൂപ എന്നാണ്. ഇതെങ്ങനെ സാധ്യമാകും? ഇതാണ് ടാക്സ് ലോസ് ഹാർവെസ്റ്റിംഗ് എന്ന ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി. ഈ വീഡിയോയിൽ ടാക്സ് ലോസ് ഹാർവെസ്റ്റിംഗ് എന്താണെന്നും അത് ഇന്ത്യൻ സിനാരിയോയിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നെന്നും അതിന്റെ പ്രാക്ടിക്കൽ എക്സാമ്പിളും നമ്മൾ എപ്പോൾ അത് ചെയ്യണമെന്നും നമുക്ക് നോക്കാം. എന്താണ് ടാക്സ് ലോസ് ഹാർവെസ്റ്റിംഗ്? ലോസിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് സെൽ ചെയ്ത് പ്രോഫിറ്റിന്മേലുള്ള ടാക്സ് കുറക്കുന്ന സ്ട്രാറ്റജിയാണ് ടാക്സ് ലോസ് ഹാർവെസ്റ്റിംഗ്. പ്രോഫിറ്റിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് സെൽ ചെയ്താൽ അത് ക്യാപിറ്റൽ ഗെയിൻ ആയി കൺസിഡർ ചെയ്യും. അതേസമയം ലോസിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് സെൽ ചെയ്താൽ അത് ക്യാപിറ്റൽ ലോസ് ആയി കൺസിഡർ ചെയ്യും. സോ നെറ്റ് ടാക്സബിൾ പ്രോഫിറ്റ് എന്നാൽ ക്യാപിറ്റൽ ഗെയിൻ മൈനസ് ക്യാപിറ്റൽ ലോസ് ആണ്. ഇതാണ് ടാക്സ് ലോസ് ഹാർവെസ്റ്റിംഗ്. ഇത് ഇന്ത്യയിൽ ലീഗലായുള്ള ഒരു ടാക്സ് പ്ലാനിംഗ് സ്ട്രാറ്റജിയാണ്. ഒരു സിമ്പിൾ എക്സാമ്പിൾ നോക്കാം. നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലുള്ള സ്റ്റോക്ക് നിങ്ങൾ 1 ലക്ഷം രൂപക്ക് വാങ്ങിച്ചു. 1,40,000 രൂപക്ക് നിങ്ങൾ അത് സെൽ ചെയ്തു. നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടിയ പ്രോഫിറ്റ് 40,000 റുപ്പീസ് ആണ്. ഇനി നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലുള്ള മറ്റൊരു സ്റ്റോക്ക് ബി, അത് നിങ്ങൾ വാങ്ങിച്ചത് 1 ലക്ഷം രൂപയ്ക്കാണ്. എന്നാൽ ഇപ്പോൾ അതിന്റെ വാല്യൂ 70,000 ആണ്. 30,000 ലോസിലാണ് ആ സ്റ്റോക്ക് റൺ ചെയ്യുന്നത്. ഈ സ്റ്റോക്ക് നിങ്ങൾ വിറ്റില്ല എങ്കിൽ ഇപ്പോഴത്തെ ഇന്ത്യൻ സിനാരിയോ പ്രകാരം ആദ്യം കിട്ടിയ പ്രോഫിറ്റ്, അതായത് 40,000 റുപ്പീസിന് നിങ്ങൾ ടാക്സ് അടക്കേണ്ടി വരും. എന്നാൽ ഈ സ്റ്റോക്ക് വിറ്റാൽ നിങ്ങളുടെ ടോട്ടൽ ടാക്സബിൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 10,000 ആയിട്ട് റെഡ്യൂസ് ചെയ്യും. അതായത് ആദ്യം കിട്ടിയ പ്രോഫിറ്റ് 40,000-ൽ നിന്ന് രണ്ടാമത് ബുക്ക് ചെയ്ത ലോസ്, അതായത് 30,000 മൈനസ് ചെയ്തിട്ടുള്ള എമൗണ്ടിന് മാത്രം ടാക്സ് അടച്ചാൽ മതി. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ടാക്സ് ഡ്രാസ്റ്റിക്കലി റെഡ്യൂസ് ചെയ്യും. ഈ ടെക്നിക്കാണ് അല്ലെങ്കിൽ ഈ സ്ട്രാറ്റജിയാണ് ടാക്സ് ലോസ് ഹാർവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ടാക്സ് ലോസ് ഹാർവെസ്റ്റിംഗിനെ പറ്റി കൂടുതലായി മനസ്സിലാക്കണമെങ്കിൽ ഇന്ത്യയുടെ ക്യാപിറ്റൽ ഗെയിൻ സിസ്റ്റത്തെ പറ്റിയും അറിഞ്ഞിരിക്കണം. ഇന്ത്യയിൽ 2 ടൈപ്പ് ക്യാപിറ്റൽ ഗെയിൻ ആണുള്ളത്. ഒന്ന് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ, മറ്റേത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. ഒരു ഇക്വിറ്റി അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് വാങ്ങിച്ച് 1 വർഷം ആകുന്നതിന് മുമ്പ് പ്രോഫിറ്റിൽ സെൽ ചെയ്താൽ അത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അതിന് പ്രോഫിറ്റിന്റെ 20% ആണ് നാം ടാക്സ് അടക്കേണ്ടത്. എന്നാൽ ഒരു സ്റ്റോക്ക് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് വാങ്ങിച്ച് 1 വർഷത്തിന് മുകളിൽ ഹോൾഡ് ചെയ്ത് അത് സെൽ ചെയ്താൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ടാണ് കണക്കാക്കുക. 1.25 ലാക്ക് വരെ അത് ടാക്സ് ഫ്രീ ആണ്. എന്നാൽ അതിനു മുകളിൽ പ്രോഫിറ്റ് വന്നാൽ 12.5% ടാക്സ് നമ്മൾ പേ ചെയ്യണം. ഇനി ലോസ് അഡ്ജസ്റ്റ്മെന്റ് റൂൾസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇന്ത്യയിൽ ടാക്സ് റൂൾസ് വളരെ സ്പെസിഫിക് ആണ്. ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് അത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനുമായും ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനുമായും സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. എന്നാൽ ലോങ് ടേം ക്യാപിറ്റൽ ലോസ് അത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനുമായി മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റൂ. സെയിം ഇയറിൽ ഈ ലോസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ പ്രോബ്ലം ഇല്ല. കാരണം ഈ ലോസ് 8 വർഷം വരെ നിങ്ങൾക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ 2025-ൽ നിങ്ങൾക്ക് 50,000 രൂപ ലോസ് വന്നു വന്നിരിക്കട്ടെ. ആ വർഷം നിങ്ങൾക്ക് പ്രോഫിറ്റ് ഇല്ല എങ്കിൽ ITR ഫയൽ ചെയ്യുമ്പോൾ 50,000 രൂപ ലോസ് കാണിച്ചായിരിക്കും ഫയൽ ചെയ്യുക. അതേസമയം 2027-ൽ നിങ്ങൾക്ക് 60,000 രൂപ പ്രോഫിറ്റ് വന്നു വന്നിരിക്കട്ടെ എങ്കിൽ 2025-ലുള്ള 50,000 രൂപ ലോസുമായി സെറ്റ് ഓഫ് ചെയ്ത് 10,000 രൂപക്ക് മാത്രം നിങ്ങൾ ടാക്സ് അടച്ചാൽ മതിയാവും. ടാക്സ് ലോസ് ഹാർവെസ്റ്റിംഗിന്റെ മറ്റൊരു പ്രത്യേകത ഇതാണ്. ടാക്സ് ലോസ് ഹാർവെസ്റ്റിംഗ് ഏതൊക്കെ അസറ്റുകളിൽ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. സ്റ്റോക്കുകളിലും മ്യൂച്വൽ ഫണ്ടിലും ETF-ലും എല്ലാം ടാക്സ് ലോസ് ഹാർവെസ്റ്റിംഗ് നമുക്ക് ചെയ്യാം. ബേസിക്കലി ക്യാപിറ്റൽ ഗെയിൻ വരുന്ന എല്ലാ ഇൻസ്ട്രുമെന്റുകളിലും ഇത് ആപ്ലിക്കബിൾ ആണ്. ഇനി ടാക്സ് ലോസ് ഹാർവെസ്റ്റിംഗിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഒബ്വിയസ്ലി ടാക്സ് സേവിങ്സ്, അതായത് ഗവൺമെന്റിലേക്ക് അടക്കുന്ന ക്യാപിറ്റൽ ഗെയിൻ റെഡ്യൂസ് ചെയ്യാൻ ടാക്സ് ലോസ് ഹാർവെസ്റ്റിംഗ് സഹായിക്കും. സെക്കൻഡ് വൺ ഈസ് പോർട്ട്ഫോളിയോ റീബാലൻസിങ്, അതായത് നമ്മൾ അബദ്ധത്തിൽ ഒരു മോശം ഇൻവെസ്റ്റ്മെന്റ് ചെയ്താൽ കേവലം ലോസ് ബുക്ക് ചെയ്യുക എന്നതിലുപരി നമ്മുടെ ടാക്സ് റെഡ്യൂസ് ചെയ്തുകൊണ്ട് അത് നമുക്ക് സെൽ ചെയ്യാൻ സഹായിക്കും. തേർഡ് വൺ ഈസ് ബെറ്റർ ലോങ് ടേം റിട്ടേൺ, അതായത് നമ്മുടെ ടാക്സ് കുറക്കാൻ സഹായിച്ചുകൊണ്ട് ആഫ്റ്റർ ടാക്സ് റിട്ടേൺ ഇംപ്രൂവ് ചെയ്യാൻ ടാക്സ് ലോസ് ഹാർവെസ്റ്റിംഗ് സഹായിക്കും. ഇനി ടാക്സ് ലോസ് ഹാർവെസ്റ്റിംഗിൽ വരുന്ന ചെറിയ മിസ്റ്റേക്സ് നമുക്ക് നോക്കാം. ടാക്സ് മാത്രം മുന്നിൽ കണ്ട ഒരു ഇൻവെസ്റ്റ്മെന്റ് സെൽ ചെയ്യരുത്. ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ ഒന്നുകിൽ ഹോൾഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇന്ന് സെൽ ചെയ്തിട്ട് നാളെ വീണ്ടും ബൈ ചെയ്യാം. 2, അൺറിയലൈസ്ഡ് ലോസ് യൂസ്ഫുൾ അല്ല. നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ലോസ് കാണിച്ച ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ അത് സെൽ ചെയ്യാത്തിടത്തോളം ക്യാപിറ്റൽ ലോസ് ആവുകയില്ല. നമുക്കത് യൂസ്ഫുൾ ആയി മാറണമെങ്കിൽ അല്ലെങ്കിൽ ടാക്സ് ലോസ് ഹാർവെസ്റ്റിംഗ് നടക്കണമെങ്കിൽ ആ ഇൻസ്ട്രുമെന്റ് തീർച്ചയായിട്ടും സെൽ ചെയ്യണം. 3, ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ലോസിലുള്ള ഒരു സ്റ്റോക്ക് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് സെൽ ചെയ്തതുകൊണ്ട് മാത്രമായില്ല, ഡ്യൂ ഡേറ്റിന് മുമ്പ് റിട്ടേൺ ഫയൽ ചെയ്താൽ മാത്രമേ ലോസ് ക്യാരി ഫോർവേഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ ഇൻ കൺക്ലൂഷൻ, ടാക്സ് ലോസ് ഹാർവെസ്റ്റിംഗ് എന്നാൽ ലോസ് ബുക്ക് ചെയ്ത് ടാക്സ് റെഡ്യൂസ് ചെയ്യുന്ന ഒരു സ്മാർട്ട് ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിയാണ്. ലോസിലുള്ള അസറ്റ് സെൽ ചെയ്യുക, പ്രോഫിറ്റിനോട് ലോസ് അഡ്ജസ്റ്റ് ചെയ്യുക, ടാക്സ് റെഡ്യൂസ് ചെയ്യുക. ലോങ് ടേം ഇൻവെസ്റ്റർക്കും ട്രേഡർക്കും ഒരുപോലെ പവർഫുൾ ആയിട്ടുള്ള ടാക്സ് പ്ലാനിംഗ് ടൂളാണ് ടാക്സ് ലോസ് ഹാർവെസ്റ്റിംഗ്. ഇത് മാർച്ച് മാസമാണ്, അതായത് ഈ ഫിനാൻഷ്യൽ ഇയറിന്റെ എൻഡ്. സോ നിങ്ങളുടെ പോർട്ട്ഫോളിയോ അനലൈസ് ചെയ്ത് ഉചിതമായ തീരുമാനമെടുക്കുക. ടാക്സ് ലോസ് ഹാർവെസ്റ്റിംഗ് ആപ്ലിക്കബിൾ ആവുമെങ്കിൽ അത് തീർച്ചയായിട്ടും ചെയ്യുക. ടാക്സ് ലോസ് ഹാർവെസ്റ്റിംഗിന്റെ ലോസ് അഡ്ജസ്റ്റ്മെന്റ് റൂൾസ് മനസ്സിലാക്കാൻ വിത്ത് എക്സാമ്പിൾ മറ്റൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. സ്റ്റേ ട്യൂൺഡ്. ഇറ്റ്സ് ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സിംപ്ലിഫൈഡ്.